പി വി അൻവർ രണ്ട് കാര്യങ്ങൾ. 4-ാം തീയതി ഈ പറയുന്ന പടക്കം ഡോക്ടർ ബി ജയരാജും അദ്ദേഹത്തിന്റെ പാർട്ടിയും പടക്കം പൊട്ടിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള വിധിയാകുമോ UDF-ന്? രണ്ടാമത്തെ കാര്യം, താങ്കൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ പിണറായി സമരമോനിസം എന്നുള്ളതാണ്. ഇനി LDF അധികാരത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ പിന്നെ ആ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. അതോടുകൂടി താങ്കളുടെ രാഷ്ട്രീയം കഴിഞ്ഞോ അൻവർ? അതൊരിക്കലും കഴിയില്ലല്ലോ. രാഷ്ട്രീയം ആരംഭിക്കുന്നേ ഉള്ളൂ. ഇവിടെ പാശ്മി ഇവരെ മൊത്തത്തിൽ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ വന്നിട്ടുള്ള സംഗതി ഒരു തരംഗമില്ല. യഥാർത്ഥത്തിൽ തരംഗമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ സുനാമിയാണ്. തരംഗമാണെങ്കിൽ അതിന് പല അപശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഇതിൽ എൻ്റെ റീഡിങ് ഇപ്പോൾ ജയശങ്കർ വക്കീൽ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പത്രം എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇതൊരു തരംഗമായി കാണാത്തതിൻ്റെ കാരണം, ഈ ഗവൺമെൻറ്റിൽ ഈ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്നതിൻ്റെ കാരണം ഇവിടുത്തെ സഖാക്കളും ഇടതുപക്ഷക്കാരുമാണ് ഇവിടെ പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഒരു സഖാവിൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ചാനലുകാരനോടും ഞങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യുമെന്ന് ഒരു സഖാവും പറയില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു സംശയവും ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന താഴേക്കടയിലെ പൾസ് അറിയുന്നവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയ രീതിയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, കാശ്മീർ 2021 തെരഞ്ഞെടുപ്പിൽ പിണറായിക്കൊരു വോട്ടുണ്ടായിരുന്നു. ആവറേജ് 5000 തൊട്ട് 10000 വരെ വോട്ടുകൾ കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും പിണറായി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് നേരെ തിരിയുകയാണ്. തിരിയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിക്കുന്നുണ്ട്. ഈ 140 മണ്ഡലങ്ങളിലും 7000 തൊട്ട് ഈ 15000 വരെ വോട്ടുകൾ ഇടതുപക്ഷ അനുഭാവ വോട്ടുകൾ തിരിച്ച് പിണറായിക്കെതിരെയാണ്. ഇവിടെ ഗവൺമെൻറ്റിനോടല്ല ജനങ്ങൾക്ക് വിരോധം. നിങ്ങളൊക്കെ സർവേ നടത്തുമ്പോൾ എന്ത് ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് ഇവിടെ നാട്ടിലുള്ളത് എന്ന് ചോദിക്കുന്നതിൽ ഒരു പക്ഷേ അതിൽ അർത്ഥമുണ്ടാകും. പക്ഷേ നിങ്ങൾ കാണാതെ പോകുന്നത് ഒരു വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തെ കേരളം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. അവരിൽ നിന്ന് ഒരു ശബ്ദം പോലും നിങ്ങൾക്ക് പുറത്തു കേൾക്കാൻ സാധിക്കില്ല. അവർ വളരെ മൗനമായിട്ട് കഴിഞ്ഞ 9-ാം തീയതി അവരുടെ പ്രവൃത്തി അവർ നടത്തി കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് അറിയൂ. ഇപ്പം ഞാൻ തന്നെ ഒരു സർവേ നടത്തിയല്ലോ. നമ്മളിപ്പോൾ ഈ പറയുന്ന ആളുകളെയും സർവേ ടീമിനെയൊന്നും വെച്ച് നടത്തിയതല്ല. നമ്മളുടെ ഒരു ഒബ്സർവേഷനാണിത്. നമ്മുടെ ഈ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള നമ്മളെ ബന്ധങ്ങൾ, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 86 സീറ്റ് ഇവിടെ ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞത്. പിറ്റേ ദിവസമാണ് ഇവിടെ സർവേകൾ വന്നത്. ആ സർവേയും ഏകദേശം എത്തി നിൽക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന എക്സിറ്റ് പോളിനെ ഒന്നും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നതിലേക്കും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അത് എല്ലാവരെക്കാളും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇടതുപക്ഷം വിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്ന വ്യക്തിയാണ്. എനിക്ക് ഈ സംസ്ഥാനത്തിലെ ഒരുപാട് സഖാക്കളുമായി വ്യക്തിപരമായി ബന്ധമുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു മറ്റൊരാളോട് പറയാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളോടൊക്കെ സൂചിപ്പിക്കുന്നുണ്ടാകും. എൻ്റെ കോൺഫിഡൻസിന് കാരണം ചിലപ്പം ഒരുപക്ഷെ അതായിരിക്കും. അപ്പോൾ 86, 23 സീറ്റ് ഞങ്ങൾ ചാൻസിലാണ് ഇട്ടത്. ആ 20 കൂടി വന്നാൽ 110 സീറ്റിലേക്ക് പോകും. ഇനി വേണ്ട, ആ 23ൻ്റെ പകുതി എടുത്താൽ 100 സീറ്റിലേക്ക് വരും. അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ ഒരു നടക്കാൻ പോകുന്നൊരു കാര്യമായിട്ടാണ്. ഇപ്പോൾ ബേപ്പൂരിലെ കാര്യമൊക്കെ കാശ്മീർ ജയിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ഇപ്പം മലപ്പുറം 16 സീറ്റും ജയിക്കും കാശ്മീർ. ചർച്ചയ്ക്ക് ഒരു ഒരു സാധ്യതയില്ല. അവിടെ ചെറിയ സാധ്യത ഉണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത് ഈ ജലീലാണല്ലോ. ജലീൽ എന്ന് വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തോ അവിടെ തീർന്നത്. പിണറായിക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ്? പിണറായി 2024 പാർലമെൻറ്റ് ഇലക്ഷനോട് കൂടിയിട്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇനി ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് ഭൂരിപക്ഷത്തിലേക്ക് തിരിയാമെന്ന തീരുമാനം എടുത്തത്. അതിനാണ് ഈ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരുമായി ധാരണ ഉണ്ടാക്കിയത്. BJPയുമായിട്ട് അവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് വർക്കൗട്ടാവില്ല കാശ്മി, അതൊരിക്കലും വർക്കൗട്ടാവില്ല. അതിലേക്കാണ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ട കേസ് വരുന്നത്. അതിൽ പിണറായി എടുത്ത നിലപാട് എല്ലാ പ്രതികളും പുറത്താണ്, സ്വർണം മാത്രം ഇല്ല. അത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളിൽ വലിയ ചർച്ച ഉണ്ട്. ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ഏകീകരണമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്ന സാധ്യതയുണ്ട് എന്ന് BJPക്കാർ വിശ്വസിക്കുന്ന തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലെ ചില സീറ്റുകളിൽ അവർക്ക് പൂർണ്ണമായും വോട്ട് കിട്ടും. BJPക്ക് അല്ലാത്ത മണ്ഡലങ്ങളിൽ ഒരിക്കലും BJPയുടെ പൂർണ്ണമായ വോട്ട് BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്നില്ല.
അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് അത് ആൻറ്റി പിണറായി വോട്ടാണ്. അത് യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത്. അവർക്ക് യു ഡി എഫിനോട് ഒരു താല്പര്യമില്ല, ബി ജെ പിയോട് അവർക്ക് എതിർപ്പില്ല. പക്ഷേ ശബരിമല വിഷയത്തിൽ പിണറായിയെ സഹായിക്കുന്ന നിലപാട്, കള്ളന്മാരെ സഹായിക്കുന്ന നിലപാട്, ബി ജെ പി ലീഡർഷിപ്പ് സ്റ്റേറ്റിൽ ആ നിലപാടിനോടൊപ്പം നിന്നു എന്ന ചർച്ച ഇവിടുത്തെ വിശ്വാസികളായ ഹൈന്ദവ സമുദായത്തിലുണ്ട്. അവർ പ്രോ ബി ജെ പി ആണ്. പക്ഷെ അവരുടെ വോട്ട് ഇപ്രാവശ്യം പോകാൻ വരുന്നത്, നിങ്ങളുടെയൊക്കെ ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റും. ഇത് ഫീൽഡിൽ നിന്ന് നമ്മളെ കൈപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഫീലിംഗ് ആണ് ആശ്മി. അതുകൊണ്ട് നമ്മളൊക്കെ തീർത്തും ഉറപ്പിച്ചു നിൽക്കുന്നു 90-ന്റെ മേലെ 100-ഓ 110-ലേക്കോ ഈ പറയുന്ന റിസൾട്ട് നമുക്ക് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.